ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യരായ സ്നേഹിതർക്കും സഹോദരി സഹോദരന്മാർക്കും സർവകൃപാലുവും സ്നേഹസമ്പന്നനുമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. 1 തെസ്സലോനിക്കർ അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ വായിക്കുന്നു. ശ്രദ്ധിക്കുക. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല, വിശദീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ഇവിടെ ഒരു നേട്ടം നേടുവാനുള്ള ആഹ്വാനമാണ് പൗലോസ് നൽകുന്നത്. താന്താന്റെ പാത്രത്തെ നേടണം, അഥവാ താന്താന്റെ ശരീരത്തെ നേടണം. മറ്റുള്ളവരെ നാം നേടണം. അത് നമ്മളെക്കുറിച്ച് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. നാശത്തിലേക്ക് പോകുന്ന അനേക ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് നടത്തണം, അനേക ആത്മാക്കളെ ദൈവരാജ്യത്തിൽ കൊണ്ടുവരണം. അത് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷേ അതിനേക്കാൾ മുമ്പ് നാം നേടേണ്ട ഓരോ കാര്യമുണ്ട്. ഓരോരുത്തൻ താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. താന്താന്റെ പാത്രം എന്നിവിടെ ഉപദേശിക്കുന്ന 2 ആശയങ്ങളുണ്ട്. ഒന്ന് താന്താന്റെ ശരീരം, മറ്റൊന്ന് താന്താന്റെ ഭാര്യ. കാരണം നമ്മൾ 1 പത്രോസ് 3-ാം അധ്യായത്തിൽ സ്ത്രീജനം ബലഹീന പാത്രമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്ത്രീജനം തന്നെ സ്വന്തം ഭാര്യയെ നേടിക്കൊള്ളട്ടെ എന്നുള്ള ആശയമുണ്ട്. എന്നാൽ അതിനേക്കാൾ പ്രധാനം താന്താന്റെ ശരീരത്തിൽ നേടിക്കൊള്ളണം. കാരണം ഇത് കല്യാണം കഴിച്ചവരോട് മാത്രമല്ല, അവിവാഹിതരോടും കൂടിയുള്ള ദൈവത്തിൻ്റെ ഒരു ആജ്ഞയാണ്, അരുളപ്പാടാണ്, പ്രബോധനമാണ്. അതുകൊണ്ട് എല്ലാവരും സ്വന്തം ശരീരത്തെ നേടിയിട്ട് മറ്റുള്ളവരെ നേടുക. അതാണ് ഇവിടെ പൗലോസ് പറയുന്നത്. ഇനി എങ്ങനെയാണ് നേടേണ്ടത്? നിങ്ങൾ വിട്ടൊഴിയണം. ചില കാര്യങ്ങൾ വിട്ടൊഴിഞ്ഞാൽ മാത്രമേ സ്വന്തം ശരീരത്തിൽ നേടാൻ പറ്റത്തുള്ളൂ. പ്രധാനമായി നാം വിട്ടൊഴിയേണ്ടത് ദുർനടപ്പാണ്. ലൈംഗിക പാപം ദൈവം വെറുക്കുന്നതാണ്. ദുർനടപ്പ് വിട്ടൊഴിയണം എന്നാണ്. കാരണം ദൈവം നമ്മളെ അശുദ്ധിക്കല്ല, വിശുദ്ധിക്കാണ് വിളിച്ചിരിക്കുന്നത്. മനുഷ്യൻ ചെയ്യുന്ന ഈ മറ്റേത് പാപവും ശരീരത്തിന് പുറത്താണ്. പൗലോസ് അത് 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. മനുഷ്യർ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താവുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് നിങ്ങളും അറിയുന്നില്ലയോ? അപ്പോൾ ദൈവം നമ്മുടെ ശരീരത്തെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അങ്ങനെ നാം വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം നമ്മൾക്കുള്ളതല്ല. ദൈവം ശരീരത്തിൽ ഉടമസ്ഥനാണ്. ദൈവം നമ്മുടെ ശരീരത്തെ ഉയർപ്പിക്കാൻ പോകുന്നു. മാത്രമല്ല, കർത്താവ് നമ്മുടെ ശരീരത്തിന് വേണ്ടിയുള്ളവനാണ്. നമ്മുടെ ശരീരം കർത്താവിൻ്റെ അവയവമാണ്. ഇവിടെ പൗലോസ് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്, അല്ലെങ്കിൽ ദൈവാലയമാണ് നമ്മുടെ ശരീരം. അതുകൊണ്ട് ദൈവാലയത്തിന്റെ പവിത്രത സൂക്ഷിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിന് വിരോധമായിട്ട് പാപം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുകയാണ്. എന്നാൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെ നശിപ്പിക്കുവാനല്ല. നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നാം നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് പകരം നമ്മുടെ ശരീരം ഉപയോഗിച്ച് പാപം ചെയ്യുമ്പോൾ, ദുർനടപ്പ് ആചരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളുടെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നാം അപഹരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കാൻ
നമ്മുടെ ശരീരത്തെ വിശുദ്ധിയിൽ കാത്തുസൂക്ഷിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, ഇവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമ്യവികാരത്തിലല്ല. ദൈവത്തെ അറിയാത്ത ജാതികളാണ് ഇങ്ങനെയുള്ള പാപത്തിൽ തുടരുന്നത്. അപ്പോൾ വിശ്വാസി ഇങ്ങനെയുള്ള പാപം ചെയ്യുമ്പോൾ അവൻ പറയുന്നത് ഞാൻ ദൈവത്തെ അറിയുന്നില്ല എന്നാണ്. ഇത്ര ദുഃഖകരമായ കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അറിയുന്നെന്ന് വാഗൊണ്ട് പറയുകയും ദൈവത്തെ അറിയുന്നില്ല എന്ന് ജീവിതം കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദൈവത്തിന് മുമ്പാകെ എത്രയോ ദുഃഖകരമാണ്, എത്രയോ കപടഭക്തിയാണത്, എത്രയോ തെറ്റായ കാര്യമാണത്. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ നമ്മൾ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. നമുക്കറിയാം, നമ്മുടെ ശരീരത്തെ പാത്രം എന്ന് കാണുവാൻ സാധിക്കും. കരുണാപാത്രം എന്ന് വായിക്കുന്നുണ്ട്. പൗലോസിനെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ അവനെ തിരഞ്ഞെടുത്തൊരു പാത്രമാണ്, എൻ്റെ നാമജാതികളുടെ മുമ്പാകെ യഹൂദന്മാരുടെ മുമ്പാകെ വഹിക്കുവാൻ തിരഞ്ഞെടുത്ത പാത്രമാണ്. പൗലോസ് 2 കൊരിന്ത്യർ 4 അധ്യായത്തിന്റെ 7 വാക്യത്തിൽ പറയുന്നത് ദൈവത്തിന്റെ അത്യന്ത ശക്തി മൺപാത്രങ്ങളിലാണ് ഇരിക്കുന്നതെന്നാണ്. അപ്പൊ നാം മൺപാത്രങ്ങളാണ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രങ്ങളാണ്. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ഉള്ള കാര്യങ്ങളെ വിട്ടൊഴിയുക, ദുർനടപ്പിനെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുക. അങ്ങനെയാണെങ്കിൽ നാം എങ്ങനെയായിത്തീരും? ഉടമസ്ഥന് വിശുദ്ധവും വിയോഗവുമായ നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. വിട്ടൊഴിയേണ്ടതിനെ വിട്ടൊഴിഞ്ഞ് പിന്തുടരേണ്ടതിനെ പിന്തുടരുമ്പോൾ നാം ദൈവത്തിന് ഉപയോഗപ്രദമായ ഒരു മാനപാത്രമായിട്ട് മാറും. നമ്മുടെ ശരീരങ്ങൾ അങ്ങനെ മാറുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നു, വിശുദ്ധീകരണത്തിൽ നമ്മൾ മുന്നേറുമ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് മാനത്തിനും, നമ്മൾ മാനിക്കപ്പെടുന്നു, ദൈവനാമം മഹത്വപ്പെടുന്നു. അങ്ങനെ നമ്മുടെ താന്താന്റെ പാത്രത്തെ നേടുക എന്ന് പറഞ്ഞാൽ താന്താന്റെ പാത്രത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുക. അങ്ങനെ കാത്തു സൂക്ഷിച്ചില്ല എങ്കിൽ ദൈവം ശിക്ഷിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അശുദ്ധിക്കല്ല ദൈവം നമ്മളെ വിശുദ്ധിക്കാൻ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പാത്രത്തെ നേടുവാൻ നമ്മുടെ ജീവിതത്തിലേക്ക് പിശാച് തെറ്റായ ബന്ധങ്ങള്, തെറ്റായ ആഗ്രഹങ്ങള്, അവിഹിതങ്ങളായ ബന്ധങ്ങള് ഇത് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരാതെ വണ്ണം നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും ആ ക്രിസ്തുവിനുള്ള ഏകാഗ്രതയിൽ നിർമ്മലതയിൽ കാത്തു സൂക്ഷിച്ച് നമ്മുടെ പാത്രത്തെ നേടിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവത്തിന് പ്രസാദകരമായ ജീവിതത്തിൻ്റെ മറ്റൊരു ലക്ഷണമാണത്. നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം. ഏതെങ്കിലുമുള്ള ദുർനടപ്പ് ചിന്തകളോ ആഗ്രഹങ്ങളോ ആ നിലയുള്ള മനോഭാവങ്ങളോ നമ്മളെ ഭരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുവാനും എല്ലാവിധമായ ദുർനടപ്പ് യാതൊരു അശുദ്ധിയും നിങ്ങളുടെ ഇടയിൽ പറയരുതെന്നാണ് പൗലോസ് വിശ്വാസം ഓർപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിലും നാം ഒന്നിന്റെ പേര് പോലും കേൾക്കാതെ വണ്ണം വിശുദ്ധിയോടെ നമ്മുടെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കാം. അതിനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.